ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാര്യത്തെ കിളിക്കൂട്ടിലെ ഇതിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരികയാണ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട്. നിധിയും വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ മാഡം കൊണ്ട് ചെന്ന് നിധിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിധിക്ക് വലിയ സന്തോഷമാവും. നിധിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. മാമിനോട് പറയും, മാഡത്തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൈ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല എന്നൊക്കെ പറയും. എല്ലാത്തിനും ഒരു സമയമില്ലയോ, അതുകൊണ്ടാണ് എല്ലാം ശരിയായത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയില്ലേ, ഇനി എത്രയും പെട്ടെന്ന് കുട്ടിക്ക് പറ്റിയ ജോലി നേടിയെടുക്കണം. പിന്നെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് സുധീഷിനോട് പറയും. അത് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും മാഡം, എൻ്റെ വൈഫല്ലേ, അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കുമെന്ന് വയ്ക്കും. അപ്പോൾ നിധി ഇങ്ങനെ നോക്കും. അതിനുശേഷം എനിക്ക് ശരിയെന്ന് പറഞ്ഞ് നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് ഇറങ്ങും. നിധി ഒരു 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാഡത്തിനോട് സംസാരിക്കും. കുറച്ച് നേരം നിന്നങ്ങ് സംസാരിക്കുകയാണ്. അപ്പം നിധി ഇങ്ങനെ പറയും, ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ വരാനായിട്ട് എന്തൊരു പാടായിരുന്നു. അങ്ങനെ നിധി നോക്കുമ്പോൾ സുധീഷ് നിന്നങ്ങ് കത്തിയടിക്കുകയാണ്. നിധി പറയും, ഇതിനു വേണ്ടി എന്തോ ഇത്രയ്ക്കും സംസാരിക്കാൻ. അപ്പോൾ നിധിയെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് സുധീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സുധീഷ് വരും. എന്തായാലും ഇപ്പോൾ സന്തോഷമായല്ലോ. സന്തോഷമൊക്കെ ആയി. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും അച്ഛയ്ക്കും. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൈ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല സുധീഷാണ് അതിന് നിമിത്തമായെന്ന് പറയും. അച്ഛയ്ക്കും അതാണ് ഞാൻ ആരാണെന്ന് നിധിയുടെ വിചാരം. എനിക്കിതുപോലെ വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും നേരം കത്തി വെക്കേണ്ട കാര്യം എന്തുവാ? ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നിട്ട്. ഞാൻ മറ്റുള്ളവരോട് അധികം സംസാരിക്കുന്നത് നിധിക്ക് ഇഷ്ടമല്ലായിരിക്കും. അല്പം പൊസസീവാണ് എൻ്റെ കാര്യത്തിലല്ലേ. പിന്നെ പൊസസീവ് ഉള്ളതുകൊണ്ടൊന്നും അല്ല. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന ആ പാവം മേഡത്തിൻ്റെ അടുത്ത് നിങ്ങളുള്ള ബെഡായി എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് ചമ്മോ. എനിക്ക് നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ ബീച്ച് കാണുമ്പോൾ നിധി കുറേ നേരം ഇങ്ങനെ നോക്കും. നിധി വളരെ ത്രില്ലടിച്ചിരിക്കുമല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ. അപ്പോൾ സുധീഷ് ചോദിക്കും, എന്താ ബീച്ചിലിറങ്ങണോ? എന്തായാലും ഇവിടം വരെ വന്നേയില്ലേ, നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ ഇരുന്നിട്ട് പോയാലോ സുധീഷ്. പിന്നെന്താ, നിധീഷ് ഭയങ്കര സന്തോഷവും. അങ്ങനെ സുധീഷുമായിട്ട് ബീച്ചിലിറങ്ങി നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തൊരു ചൂടാ. അങ്ങനെ പോയി വെള്ളവും കുടയും ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുടയൊക്കെ ചൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? അതെല്ലാം കാമുകന്മാരാണ്. ആരും കാണാതിരിക്കുന്നേ ആയിരിക്കും. പക്ഷേ അതിപ്പോൾ കണ്ടാലെന്താ കുഴപ്പം? വലിയ കോളേജിലൊക്കെ പഠിച്ച ആളാണെന്നുകൊണ്ട് ഇതൊന്നും അറിയത്തില്ലേ? ചോദിക്കും. പിന്നെ ഞാൻ കോളേജിൽ പോയത് പഠിക്കാനാണ്, ഞാനിങ്ങനൊന്നും കാമുകന്മാരോടൊന്നും കണ്ടിട്ടില്ലെന്ന് പറയും. സുധീഷ് പഠിച്ച കോളേജിൽ എന്താ ഇങ്ങനെ ആയിരുന്നു? എല്ലാവരും കാമുകന്മാരിങ്ങനെ കുടയും ചൂടിക്കൂടി ഇരിക്കണമായിരുന്നു വെച്ചത്. സുധീഷിന് കാമുകിമാരുണ്ടായിരുന്നു. എനിക്ക് കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ എന്നോട് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ ആർക്കും പിടികൊടുത്തില്ലെന്ന് പറയും. അന്നേ ഭയങ്കര തള്ളായില്ലയോ എന്നൊക്കെ ഇങ്ങനെ നിധി പറയും. തള്ളൊന്നും അല്ല, ഞാൻ അത്ര വലിയ ഷാരൂഖ് ഖാനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പെൺകുട്ടികൾ എന്നെ കണ്ടാൽ നോക്കുമെന്ന് പറയും. സുധീഷ് പെൺകുട്ടികളുടെ പുറമെ നടന്നെന്ന് വെച്ചാൽ വിശ്വസിക്കാം, അല്ലാതെ അവർ നടന്നെന്ന് വെച്ച് ഞാൻ അത്ര വിശ്വസിക്കത്തില്ലെന്ന് പറയും. അധികം പെൺകുട്ടികളാരും സുധീഷിൻ്റെ പുറമെ നടന്ന് കാണത്തില്ല എന്നൊക്കെ പറയും. ശരി, സമ്മതിച്ചേ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് കൂടുതൽ അടുക്കുകയാണ് ബീച്ചിലിരുന്ന്. അങ്ങനെ കുറച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ നിധി അതെല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷിൻ്റെ സ്ഥിതി പറയും, ഞാൻ ഇന്നലെ ശരിക്കും ടെൻഷൻ അടിച്ചു സുധീഷ്, നികേഷിനെ കാണാതിരുന്നപ്പം. അവനെ ഇന്നലെ കണ്ടെത്തിയത് ഈ ബീച്ചിൽ നിന്നാന്ന് പറയും. ഇവിടെ ആയിരുന്നു അവൻ ഇരിക്കുന്നത്. മുൻപ് ഒരു തവണ ഞങ്ങൾ ചെസ്സ് കളിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറയുമായിരുന്നു, എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് സുധീഷും ഹരീഷും തമ്മിൽ മിക്കപ്പോഴും വഴക്കാണ്. ആ സമയത്ത് കൂടുതലും സുധീഷ് വന്നിരിക്കുന്നത് ഈ ബീച്ചിലാന്ന് പറയും. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞോന്ന് നോക്കും. പിന്നെ അതുകൊണ്ടല്ലേ നികേഷ് ഈ ബീച്ചിൽ കാണുമെന്നുള്ള കാര്യം ഞാൻ സുധീഷിനെ വിളിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി അവനെ കണ്ടുപിടിക്കുമായിരുന്നു. എന്തായാലും അവന് നല്ല വിഷമമുണ്ട്. അപ്പം സുധീഷ് പറയും, അത് കാണാതിരിക്കുമോ? ഇത്രയും നാളും ഞങ്ങളുടെ അമ്മയാണ് അവൻ്റെ അമ്മയെന്ന് കരുതി ഇരുന്നില്ലേ. പെട്ടെന്ന് അത് മറ്റൊരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ അവനതൊരു ഷോക്കായി കാണും. ആ ഷോക്കിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ അവൻ കളിച്ചിരിച്ചൊക്കെ നടക്കുന്നെങ്കിലും അവനൊരു ചേഞ്ച് ആവശ്യമാണ്. ഒരു കാര്യം അവനെയും കൂട്ടിക്കൊണ്ട് ഒരു ട്രിപ്പ് പോയാലും നോക്കും. അപ്പോൾ സുധീഷിന് സന്തോഷമാവും. നിധിയും കൂട്ടി ട്രിപ്പ് എന്നുള്ളത് ഒരു പ്രഷർ ട്രിപ്പ് വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രഷർ ട്രിപ്പ് പോകാമെന്ന് സുധീഷ് പറയും. ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും പോയിട്ടാൻ പറയും. അതെന്താ, നികേഷിനെയും കൂട്ടിക്കൊണ്ട് ഒരു ട്രിപ്പ് അല്ലയോ, അതിന് നിധി വരാതിരുന്നാൽ നികേഷ് വരുമെന്ന് ചോദിക്കും. അത് പിന്നത്തെ കാര്യമില്ല. എന്തായാലും നിങ്ങൾ സുഭാഷ് ചേട്ടനോട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അവനുമായിട്ടൊരു നല്ല ട്രിപ്പ് പോയിട്ട് വരാൻ പറയും. അങ്ങനെ സുധീഷിന് നല്ല സന്തോഷം. എന്തായാലും സുഭാഷിനായിട്ടൊക്കെ
അത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരും. പിന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. ഹരീഷ് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ആ സമയത്താണ് നീതു അതുവഴിയെ പോകുന്നത്. നീതു അവിടെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് നീതുവിനെ കണ്ടതും ഹരീഷ് കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത്, ഇരുമ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പണി ചെയ്യുന്ന കണക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോഴൊന്നും നീതു മൈൻഡ് പോലും ചെയ്യത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്പിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഹരീഷിനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കാണുന്ന ചന്തു പറയും, ഹരീഷ് ചേട്ടാ വെറുതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നീതു നോക്കത്ത് പോലുമില്ല. 2-2.5 വർഷം ഹരീഷേട്ടൻ്റെ പുറമേ നടന്നില്ലേ, ഒന്ന് മൈൻഡ് കൂടി ചെയ്തിട്ടുണ്ടോ? ഇതാണ് പറയുന്നത്, അവസരം കിട്ടുമ്പോൾ മുതലാക്കണമെന്ന്. ആ സമയത്ത് അതിനോട് നല്ല രീതിയിൽ സ്നേഹിച്ച് പെരുമാറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യമായിട്ട് ഇരിക്കായിരുന്നു. അപ്പോഴൊന്നും ഭയങ്കര ഗമ പിടിച്ചു, ഭയങ്കര മത്സരം പിടിച്ചിരുന്നു. ഇപ്പം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് പറയും, എടാ ഞാനത് അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയതല്ലേ, അത് തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. തെറ്റല്ലയോ? ഹരീഷേട്ടനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെടുത്ത് ഹരീഷേട്ടൻ്റെ ചേട്ടനെ കെട്ടാൻ പറഞ്ഞതാണോ വലിയ മനസ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് ഹരീഷ് അങ്ങോട്ട് നീതുവിനെ കാണാൻ ചെല്ലും. എന്താ ഇനിയും ചേട്ടന് വേണ്ടി കല്യാണാലോചിക്കാൻ വന്നതായിരിക്കും. അയ്യോ നീതു, അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് അപ്പോഴത്തെ ഒരു ഇതിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാ. എന്നാലും എൻ്റെ ഹരീഷിന് എങ്ങനെ എന്നോട് പറയാൻ തോന്നി? ഹരീഷിനെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. എന്നിട്ട് സ്വന്തം ചേട്ടനെ വിവാഹം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കും തോന്നും. പിന്നെ ഹരീഷിനോട് നല്ല ദേഷ്യം വരുന്നത്. വേണ്ട, എനിക്കിനി ഹരീഷിനെ കാണുകയും വേണ്ട, ഹരീഷിനോട് സംസാരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിയിട്ടങ്ങ് നീതു നടന്നു പോവുകയാണ്. അതിനുശേഷം സുധീഷ് വീട്ടിൽ വന്നിട്ട് ഐസ്ക്രീമും കുറച്ച് കപ്പലണ്ടിയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ഇതെന്താണ് പതിവില്ലാതെ നിനക്കൊരു സ്നേഹം? ഈ സ്നേഹം അങ്ങനൊന്നുമല്ല, എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഇപ്പം പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് പ്രത്യേക സ്നേഹമൊന്നും കരുതണ്ടെന്ന് പറയും. അല്ല സുഭാഷ് ചേട്ടാ, ഇവനെ ഇപ്പോഴും ആ മൂടോട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനുമായിട്ട് ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കും. ട്രിപ്പ് പോകാനോ? എവിടെ പോകാൻ? അത് എവിടെയെങ്കിലും അടുത്ത് ഒരു 2 ദിവസം ഇവനിൽ മൂടോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ആകാൻ നമുക്കൊരു പ്രഷർ ട്രിപ്പ് പോകാമെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അത് ഇവിടെ അല്ലേ ഉള്ളൂ ചൂട്. മൂന്നാറും ആ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ്, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോകാമെന്ന് പറയും. അതിന് കുറച്ച് പൈസയൊക്കെ വേണ്ടായോ? അതൊക്കെ നമുക്ക് ഷെയർ ഇടാം. അപ്പോഴത്തേക്ക് ഹരീഷ് അങ്ങോട്ട് വരും. അപ്പോൾ ഹരീഷ് എന്താ, അല്ല സുധീഷ് പറയുന്നുണ്ട് ഇവനെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകാം, നമുക്കെല്ലാവർക്കും കൂടി പ്രഷർ ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ മുമ്പ് അങ്ങനെ പോയിട്ടൊന്നുമില്ലല്ലോ. അത് ശരി, അതൊരു നല്ല ഐഡിയ. പക്ഷെ കുറച്ച് പൈസ വേണ്ടായോ? ഷെയർ ഇടാം. ഇയാൾ ഷെയർ ഇട്ട് തന്നെ, ഇയാളുടെ വാക്ക് വിശ്വസിച്ചൊന്നും കേൾക്കല്ലേ സുഭാഷ് ചേട്ടാ. അവസാനം ഇയാൾ ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുമെന്ന് പറയും. അതെന്താണ്, ഞാൻ ഷെയർ ഇടത്തില്ലേ? പിന്നെ എല്ലാത്തിനും ഷെയർ ഇടും എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി നികേഷുമായിട്ടൊരു ടൂറ് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അതിന് ശേഷം നികേഷിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി ചേർത്ത് ട്രിപ്പ് പോവും. അപ്പോൾ അതിനുശേഷം അവിടെ സംഭവിക്കാൻ പോകുന്ന ഈ കഥകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.